നമസ്കാരം. ഏത് വയസ്സിലാണ് വ്രതങ്ങൾ തുടങ്ങേണ്ടത്? ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറയുകയാണ്, ഒരു ജ്യോതിഷി പറയുകയാണ്, സോമവാര വ്രതം അനുഷ്ഠിക്കുക, തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുക. ഏവർക്കും ഈ തിങ്കളാഴ്ച വ്രതത്തെക്കുറിച്ച് ഏവർക്കും അറിയാം. പാട്ടുണ്ട്, തിങ്കളാഴ്ച നോയമ്പ് മുടക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞ് പാട്ടുണ്ട്. അപ്പോൾ ഈ വ്രതം എപ്പോഴാണ് തുടങ്ങേണ്ടത്? ഏത് വയസ്സിലാണ് തുടങ്ങേണ്ടത്? കൊച്ചു കുട്ടികളിൽ തന്നെ, ഇല്ലെങ്കിൽ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വ്രതങ്ങൾ എടുത്ത് തുടങ്ങണം എന്നുള്ളതാണ് അഭിപ്രായം. എന്തുകൊണ്ട്? ആദ്യം നമുക്ക് വ്രതം എന്ന വാക്ക് നോക്കാം. വ്രതം എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് പട്ടിണി കിടക്കണം, കൊച്ചു കുട്ടികളെ പട്ടിണി കിടക്കണം എന്നാണോ പറയുന്നത്? ഒരിക്കലുമല്ല. വ്രതം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ ഇന്നത് ചെയ്യും, ഇന്നത് ചെയ്യില്ല. ഇന്ന ദിവസം ഞാൻ ഇന്നത് ചെയ്യും, ഇന്നത് ചെയ്യില്ല. നിരന്തരം മദ്യപിക്കുന്ന ആൾ വ്രതം എടുക്കാൻ തുടങ്ങുകയാണ്. ഒരു ദിവസം ശനിയാഴ്ച, ഞാൻ ശനിയാഴ്ച ദിവസം മദ്യപിക്കില്ല എന്നുള്ള പ്രതിജ്ഞയാണ് വ്രതം. അപ്പോൾ അയാൾ ശനിയാഴ്ച തോറും വ്രതം എടുക്കാൻ തുടങ്ങി, ശീലിക്കാൻ തുടങ്ങി. അതൊരു നല്ല ശീലത്തിലേക്ക് മാറി. പോകെ അവൻ മറ്റു ദിവസങ്ങളിൽ അത് മാറ്റുവാൻ തുടങ്ങി. കാലക്രമേണ ആ മദ്യപാന ശീലം ഇല്ലാതാവാൻ തുടങ്ങി. അപ്പോൾ ഒരു പ്രതിജ്ഞയാണ് വ്രതം. ഉപവാസം എന്നുള്ളതാണ് ഇവിടെ നാം ആഹാര ക്രമീകരണം, ഇല്ലെങ്കിൽ പട്ടിണി കിടക്കുക, ഇല്ലെങ്കിൽ ഉപവസിക്കുക, ഉപവാസം. അപ്പോൾ ഉപവാസം വ്രതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ വ്രതം എന്ന് പറഞ്ഞാൽ തന്നെ ഇനി ഉപവാസത്തിലേക്ക് പോകരുത്. ഉപവാസം വ്രതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ കുട്ടികളിൽ എങ്ങനെയാണ് ഈ വ്രതം ഒരു ശീലമാക്കുക? എങ്ങനെ നമുക്കിതിനെ തുടങ്ങാം? ഇപ്പോൾ ഒരു കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ തിങ്കളാഴ്ച വ്രതം തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. ഇനി ആൺകുട്ടികളിലേക്ക് നമുക്ക് എടുക്കുമ്പോൾ തിങ്കളാഴ്ച പാടില്ല, ഇല്ലെങ്കിൽ ഞായറാഴ്ച എടുക്കണം. ഒരു കുറച്ചുകൂടി നമുക്ക് ഒന്ന് മുന്നോട്ട് പോകാൻ, ഇവരുടെ മനസ്സിനകത്ത്, ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഏകാദശിയാണ്. പല വ്രതങ്ങളുണ്ട്. ശനിയാഴ്ച തോറും വ്രതമാക്കാം, ഇല്ലെങ്കിൽ വ്യാഴാഴ്ച തോറും വ്രതമാക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണത്തിന് നമുക്ക് തിങ്കളാഴ്ച വ്രതം നമുക്ക് നോക്കാം. കൊച്ചുകുട്ടിയായിരിക്കുമ്പം വ്രതം എങ്ങനെ തുടങ്ങും? അച്ഛനമ്മമാർ കുട്ടിയുടെ അടുത്ത് ചുമ്മാ പറയുകയാണ്, നോക്കൂ, നാളെ തിങ്കളാഴ്ചയാണ്, ഇനി മുതൽ നാം തിങ്കളാഴ്ച വ്രതം ഇരിക്കണം കേട്ടോ, തിങ്കളാഴ്ച ഇന്നത് ചെയ്യരുത് എന്ന് പറയുകയാണ്. വ്രതം അവിടെ തുടങ്ങി. അങ്ങനെ ഒരു 1-2 മാസം ചുമ്മാ പറയുകയാണ്, വ്രതമൊന്നും എടുക്കുന്നില്ല, ഉപവാസമൊന്നും ഇരിക്കുന്നില്ല. അവരുടെ തലയ്ക്കകത്ത് ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തു. തിങ്കളാഴ്ചയാണ് വ്രതം ഇരിക്കണം എന്നുള്ളൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തു. അതൊരു 3-4-5-6 മാസമായി. ഇന്ന് വ്രതമല്ലേ, തിങ്കളാഴ്ച എന്തെങ്കിലും ചെയ്യണ്ടേ, ശിവൻ്റെ അമ്പലത്തിൽ പോയാലോ, ശിവൻ്റെ നാമം ജപിച്ചാലോ ചിന്ത തുടങ്ങി. അങ്ങനെ ഒരു 4-5 ആഴ്ച പോവുകയാണ്. കുട്ടി ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും അച്ഛൻ്റെ അടുത്ത് അങ്ങോട്ട് പറയുകയാണ്, നാളെ തിങ്കളാഴ്ചയാണ് അച്ഛാ, എന്നെ അമ്പലത്തിൽ വിളിച്ചുകൊണ്ട് പോകണം. അച്ഛൻ എന്ന നിലയ്ക്ക് അയാൾ അവിടെ വിജയിച്ചു. അമ്മ എന്ന നിലയ്ക്ക് അവർ വിജയിച്ചു. കുട്ടി അങ്ങോട്ട് പറയാണ്, നാളെ തിങ്കളാഴ്ചയാണ്, വ്രതമാണ്, ശിവൻ്റെ അമ്പലത്തിൽ പോകണം. വ്രതം തുടങ്ങി. ഇത് ഏത് വയസ്സിലാണോ സാധിക്കുക ചെയ്തുകൊള്ളുക. കാലക്രമേണ അച്ഛൻ പറയുകയാണ്, കുട്ടി വളർന്നു വരികയാണ്, 12 വയസ്സായി. മോളെ, ഇന്ന് നമുക്ക് പ്രഭാതത്തിൽ ഭക്ഷണത്തിന് പകരം പഴങ്ങൾ കഴിച്ചാലോ, വ്രതം കുറച്ചുകൂടി കഠിനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. തീരുമാനമായി, ഓക്കെ ആയി. അങ്ങനെ കുറച്ച് മാസങ്ങൾ. അതിനുശേഷം ഉച്ചയ്ക്ക് അരിഭക്ഷണം വേണ്ടല്ലോ, അങ്ങനെ കുറച്ച് മാസം. എന്നിങ്ങനെ കാലക്രമേണ കുട്ടി ഒരു 15, 16, 17 വയസ്സൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ കാഠിന്യം, വ്രതത്തിൻ്റെ കാഠിന്യം കൂടുകയാണ്. അങ്ങനെ ശരീരം ട്രെയിനായി. അല്ലാതെ പൊടുന്നനെ ഒരു ദിവസം വ്രതം ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിർജ്ജലമായിട്ടിരുന്ന് മൈഗ്രെയിൻ വന്ന് തലചുറ്റി വീണ് വ്രതമൊന്നും എന്നെക്കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്നതല്ല ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ കാലക്രമേണ ശരീരത്തെ, മനസ്സിനെ ശീലിപ്പിച്ച് കൊണ്ടുവരിക, നാം മനസ്സിനെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി മാറ്റുക, ശരീരത്തെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുന്ന ഒന്നായി മാറ്റുക. ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് വ്രതമുള്ളത്. അതിൻ്റെ കൂടെ ഇന്ന ദേവതയെ ഭജിക്കുക എന്ന് പറയുമ്പോൾ
പ്രാർത്ഥനയായി, അതൊരു ആചാരമായി, വിശ്വാസമായി, കോൺഫിഡൻസ് കൂടി ദേവൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു. അത് തന്നെ ഒരു തപസ്സായി മാറി. അത് കണ്ടിന്യൂസ് ആയിട്ട് കാലക്രമേണ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠാനം ചെയ്തു പോരുന്നു. റിസൾട്ട് ഉറപ്പാണ്. അല്ലാതെ ഒരു ജ്യോതിഷിയുടെ അടുത്ത് വന്ന് നിങ്ങൾ 25 വയസ്സോ 28 വയസ്സോ 30 വയസ്സോ വന്നിട്ട് വിവാഹം നടക്കുന്നില്ല, ഇല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം നന്നാവണം എന്ന് പറഞ്ഞ് തിങ്കളാഴ്ച വ്രതം ഇരിക്കൂ എന്ന് പറയുമ്പോൾ അന്ന് തുടങ്ങുന്നതല്ല വ്രതം. ഇനി ഇത്രയും കാലം ചെയ്തില്ല, ഇനി ചെയ്തുകൂടെയും ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആവാം. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ, ഈ വിഷയത്തിൻ്റെ നല്ല വശങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. നമസ്കാരം.